ഹലോ, അപ്പോൾ കയ്യിൽ കുറച്ച് ചിക്കൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സവോള നന്നായി ചെറുതായി കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കാം. ഇനി എന്താ പറയുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി സവോള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം, അല്ലെങ്കിൽ ഒന്നെണ്ണം മതിയാകും കേട്ടോ. ഇനി നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ക്യാബേജ്, ഒരു ചെറിയ ക്യാബേജ് ഒരു കപ്പിൻ്റെ കത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ക്യാരറ്റ്, കൂടുതലൊന്നും ആവണ്ട കേട്ടോ, കുറച്ച് തന്നെ മതിയാകും. പിന്നെ ഇതും കൂടി നന്നായി ഒന്ന് വഴന്ന് കുക്കായി വരുമല്ലോ. അപ്പോൾ നന്നായി കുക്കായി വരുമ്പോൾ ഇതിലേക്ക് എരിവിനാവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, അതല്ല കുറച്ചാണ് ഇഷ്ടമെങ്കിൽ കുറച്ചിട്ടെടുക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് എന്താ പറയുക, ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മയോണൈസ് അതിട്ടെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മയോണൈസും ഈ ക്യാബേജ് ചിക്കനൊക്കെ വരുമ്പോൾ ചെറിയ ഹോം മെയ്ഡ് ഷവർമയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതിലേക്ക് ഇനി ചപ്പാത്തി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പും പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ഇളം ചൂടുള്ള പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചൂട് പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം, കുറച്ച് ചൂട് വേണം നമുക്ക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സായി വരുമ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾക്കിനി അടുത്ത പണി. ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളെടുത്ത് നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് ആ ഒരു നടുവിക്കായിട്ട് ആ പാലിൻ്റെ മിക്സർ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് പാകം പോലെ കുഴച്ചെടുക്കാം. അപ്പം ഇനി അഥവാ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്തത് കൂടിയെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് റെഡിയാക്കി എടുക്കാം. അതല്ല ഇനി പാലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് സംഭവം കറക്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു മാവും ഈ ഒരു പാലും കറക്റ്റായിരുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ എന്താ പറയുക, നേരെ ജസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കുഴക്കണം. അങ്ങനെ തന്നെ ഉണ്ടാക്കരുത്, കുറച്ചുകൂടി ഒന്ന് കുഴച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഉള്ള ഓരോ ഉണ്ടകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ 8 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി നല്ല രീതിക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് മസാല വെച്ച് അതിൻ്റെ മേലേക്ക് ഒരു ചപ്പാത്തി പൊടിയും വെച്ചിട്ട് എവിടെയാണ് നമുക്ക് ആ ഒരു ഇതിരിക്കണമെന്ന് അറിയാമല്ലോ, അതിൻ്റെ മേലെ കൂടെ ഒരു ഗ്ലാസ് വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എടുക്കാം ബാക്കിയുള്ള. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് എന്തിനാണ് ചപ്പാത്തി പരത്തണമെന്ന് വെച്ചാൽ ഈ ഒരു ബാക്കിയായിട്ടുള്ള മാവ് വരുമല്ലോ, അപ്പോൾ അതെടുത്ത് പിന്നെയും കുഴക്കണമെന്നുണ്ടെങ്കിൽ പൊടി ഉപയോഗിച്ചിട്ടാണെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് എന്താ പറയുക, ഒരു പകുതി ഭാഗം വരെ ഡിപ്പാവുന്ന രീതിക്കുള്ള ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര തന്നെ മതിയാകും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം ഹോം മെയ്ഡ് ഷവർമയുടെ ഒക്കെ ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ ഇതുപോലെ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, സെർവ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ്, കിടിലനാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.